ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ അല്ലെങ്കിൽ തോട്ട്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുണ്ട്. പക്ഷേ പ്രവർത്തികളിൽ വളരെയധികം കുറവാണ്. കാരണം നിങ്ങൾ ഒരുപാട് അവര് നിങ്ങളോട് ഇങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരോടും ഇങ്ങനെ പ്രവർത്തിക്കണം, കുടുംബത്തോട് ഇങ്ങനെ പ്രവർത്തിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ നിൽക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കണക്കുകൂട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കണക്കുകൂട്ടലുകൾ പോലെ അങ്ങനെ കാര്യങ്ങളിലോട്ട് പോയില്ല. നിങ്ങൾ ഓപ്പോസിറ്റ്, നിങ്ങളുടെ ചിന്തകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കുറെ കാര്യങ്ങൾ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. കാരണം നിങ്ങൾ എന്ത് ചിന്തിച്ചോ അതിന് വിപരീതമായിട്ട് നിങ്ങളുടെ ആള് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി മുഖേന പ്രവർത്തിപ്പിക്കുകയോ ചെയ്ത് നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മെന്റലി ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലോട്ടൊക്കെ ഈ ആളുടെ പ്രവർത്തികൾ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അത് നല്ല രീതിക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനെ വരെ നല്ല രീതിക്ക് ആഴത്തിൽ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കാരണം ഇതില് എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൂടാതെ പുറത്തുനിന്നുള്ള വ്യക്തികളെ കുറിച്ചോ മൂന്നാമത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്, പ്രശ്നങ്ങള്, മറ്റുള്ളവര് നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ടുള്ള പ്രശ്നങ്ങള്, അതാണ് ഇതിൽ കൂടുതലും ഉള്ളത്. ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒരുപാട് ഒരു കാര്യങ്ങളിലും അർഹിക്കാത്ത ആളുകളും ഒക്കെ കയറി നിരങ്ങുന്ന ഒരു പരിപാടി. അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടാകാം. മറ്റുള്ളവരുടെ കാര്യങ്ങളോ മറ്റുള്ളവരുടെ പരിപാടികളൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങോട്ടും വാൾപ്പയറ്റ്, തല്ലിയിട്, കുത്ത്, വഴക്ക്, പ്രശ്നങ്ങൾ നല്ല രീതിക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാത്തിന്റെ അവസാനം നിങ്ങൾ വെറുതെ ഇരുന്ന് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളായിട്ട് കണക്കാക്കും. നിങ്ങൾ സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരാണെന്ന് നിങ്ങളെ മുദ്ര കുത്തും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടോ ആണ് മറ്റുള്ളവരൊക്കെ നിങ്ങൾക്ക് ചീത്തയായിട്ട് തോന്നുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ഘോരഘോരമായിട്ട് രാഷ്ട്രീയക്കാരെ തോപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കളയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം
ഇന്ന് മര്യാദക്കാണെന്നുണ്ടെങ്കിൽ നാളെ 10 മടങ്ങ് നിങ്ങളുടെ ആള് പൂർവാധികം ശക്തിയായിട്ട് ഒരു എന്താ പറയാ ഒരു ഗോസ്റ്റ് ഫീലിംഗ് തരുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ കണ്ണും നട്ട് വളരെയധികം പ്രതീക്ഷയിൽ കുറേ ഇരുന്നു, മടുത്തു, വീണ്ടും ഇരുന്നു, മടുത്തു, വീണ്ടും ഇരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, എവിടെയോ ഒരു കോണിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ മൂവ്മെന്റ് പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ വ്യക്തിയുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കുളിർമ, ഒരു സന്തോഷം, സമാധാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് പരിചയപ്പെട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈബിനൊത്ത് തോന്നുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഈ വ്യക്തിയുടെ കയ്യിൽ സേഫ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഈ വ്യക്തിയുടെ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജിലുള്ള പ്രകടനങ്ങളും അങ്ങനെയായിരുന്നു. ബാക്കിയെല്ലാം കട്ട് ചെയ്തോ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം, എന്തിനും ഏതിനും എന്ത് പരിപാടിക്കും ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തോട്ട് അറിഞ്ഞോ അറിയാതെയോ അഡിക്റ്റ് ആയിപ്പോയി. ഇപ്പോഴും ആ ഒരു ബിഗിനിങ് സ്റ്റേജിന്റെ ആ ഒരു വേദനയും ബുദ്ധിമുട്ടുകളും ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പോഴും വിട്ടിട്ടില്ല. കാരണം നിങ്ങൾ സ്നേഹിച്ചു പോയി, ഇവരുടെ വാക്കുകൾ ഒരുപാട് വിശ്വസിച്ചു പോയി. കാരണം വാഗ്ദാനങ്ങൾ വാരിക്കോരി നന്നായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് ധനത്തിന്റെ കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികളിലായിരിക്കാം. കാരണം നിങ്ങളാണ് അങ്ങോട്ട് സ്നേഹം വാരി കോരി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യം നല്ല രീതിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏകദേശം ഇവരുടെ അടുത്ത് സ്റ്റക്കായി എന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോവില്ല, എന്ത് കാരണവശാലും നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും മെന്റലി ഫിസിക്കലി, ചില ആളുകൾക്ക് ഫിസിക്കലി ഉണ്ട്, ചില ആളുകൾക്ക് മെന്റലി ഫിസിക്കലി എല്ലാം കൂടി ചേർന്ന് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ. കാരണം നിങ്ങൾ പോയാൽ എവിടം വരെ പോകും, നിങ്ങൾ ചെയ്താൽ എന്തൊക്കെ ചെയ്യും, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സർക്കിൾ എവിടം വരെ ഉണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ആരൊക്കെ സഹായിക്കാനുണ്ട്, A to Z കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയാം. ഇവർക്കെതിരായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനിടയുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ചെയ്യും, എല്ലാം നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുമുണ്ട്, അറിയുകയും ചെയ്യാം. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാള് വെച്ചിരുന്ന പക, വിദ്വേഷം, മനസ്സിൻ്റെ അകത്ത് തോന്നിയ ഒരു ദേഷ്യം, ശകാരം, ആ ഒരു കാര്യങ്ങൾ, ഒരു വൈരാഗ്യം പോലെയുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ എന്താ പറയാ ഈ വലിയ ഐസ് കട്ട ഉരുകുന്നത് പോലെ ഉരുകി അത് മെൽട്ടായിപ്പോ. കാരണം നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കാര്യം എന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ വിഷമമാണിത്, ഞാൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ തന്നെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഒക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചു നേരം ദേഷ്യം തോന്നും, കുറച്ചു നേരം ഒരു പക തോന്നും, വൈരാഗ്യമൊക്കെ തോന്നുന്നുണ്ടാകാം. പക്ഷെ ഈ ആള് നിങ്ങളൊരു സോപ്പിട്ട് പതപ്പിച്ചുള്ള ഒരു സംസാരത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഓമന പേരുകളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അപ്പൊ അവിടെ അത് അലിഞ്ഞു പോകും. അപ്പൊ അലിഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം, വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. വീണ്ടും
ആ വ്യക്തി പഴയ കാര്യങ്ങളിലോട്ട് പോകുമോ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യുക. കാരണം നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും വലിയൊരു ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് കൈവിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ശരീരവും മനസ്സും പിടിച്ചാൽ കിട്ടത്തില്ല. അത് നമ്മളുടെ പോലും ഒരു അനുസരണ ഇല്ലാതെ ശരീരവും മനസ്സും പ്രവർത്തിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് ആണ് ഏറ്റവും വലുത്. ആ മെന്റൽ ഹെൽത്ത്, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ നല്ല രീതിക്ക് ബാധിക്കും, ആഴത്തിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. കാരണം ഇവിടെ പുതിയ കാര്യങ്ങൾ, പുതിയ ഒരു പരിപാടികളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളതൊന്ന് ഒബ്സർവ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട്. കാരണം നല്ല രീതിക്ക് ഞാൻ ഇത്രയും പറയാൻ കാര്യം, ഒരു മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷൻ തന്നിട്ടുള്ള ആളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളെ ഒരു മെന്റലി ഒരു ബുദ്ധിമുട്ടിന്റെ അങ്ങേയറ്റം കൊണ്ടേ കാണിച്ചു പോയിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം, അറിഞ്ഞോ അറിയാതെ. അപ്പൊ അതൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് എവിടുന്നൊക്കെ ആളുകൾ ഇതിൻ്റെ അകത്ത് എന്താ പറയാ കേറി നല്ലോണം നിരങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകൾ തന്നെ. നിങ്ങളെ ഈ പുറത്തുള്ള ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിയെ ചൂഷണം ചെയ്യുന്നതാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു ദുഃഖമാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ലല്ലോ ഈ സിറ്റുവേഷൻസിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ യഥാർത്ഥ പരിപാടികൾ എന്താണ്, നിങ്ങളുടെ വ്യക്തിനെയും തമ്മിൽ പിരിക്കാനുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. ഓക്കെ, പുതിയ തുടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പുതിയ സംസാരം. ഇപ്പൊ ഒരു സംസാരം ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പരിപാടികൾ, ഇപ്പൊ റീയൂണിയൻ പരിപാടികൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ കുറച്ചൊരു പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത് ഇനിയും ഉണ്ടാവോ, അങ്ങനെ ഇങ്ങനെയൊക്കെ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം നിങ്ങൾ വീഴാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ അധപ്പതനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ബ്ലാക്ക് മാജിക്കിൽ കൂടിയാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തികളിൽ കൂടിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അധപ്പതനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡൗൺഫോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. കാരണം നല്ല രീതിക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി അതൊക്കെ നിങ്ങളൊരു എന്താ പറയാ പൂർണ്ണമായിട്ടും ഒരു ബന്ധനത്തിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഈ കൂടോത്രത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള ഒരു ബന്ധനത്തിലൊക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം, നല്ലത് കിട്ടിയാലും നല്ല കാര്യങ്ങൾ, നല്ല പരിപാടികളൊക്കെ ജീവിതത്തിൽ വന്നാലും അത് അനുഭവിക്കാൻ യോഗയില്ലാണ്ടാവും. കാരണം ഈ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ബന്ധനത്തിൽ തന്നെ കിടക്കുമല്ലോ, അതാണ് അതിന്റെ കാര്യങ്ങൾ. ഇവിടെ അങ്ങനെ ഒരു ബാലൻസ് ഇല്ലായ്മ, കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ചില സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. മൂഡ് സ്വിങ്സ്, വിഷമം, പല കാര്യങ്ങൾക്കും ഇന്ന് കിട്ടേണ്ടത് ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്ത് കിട്ടുന്ന കാര്യങ്ങൾ, കറങ്ങിത്തിരിഞ്ഞു വരുന്ന പരിപാടികൾ, ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്.
അപ്പൊ അതൊന്ന് ശരിയാക്കുക. കാരണം നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഇപ്പൊ ഈ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തോട്ട്സിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവും. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് ആണല്ലോ. നിങ്ങൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇപ്പൊ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ, എന്ത് പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി നല്ല രീതിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും ചില സമയത്തുള്ള ചിന്ത എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് നേരവും എന്താ പറയാ, അവര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് പല കാര്യങ്ങളും പലതിനെയും പറ്റി കൂടുതൽ അറിയണം. അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം ചെയ്യലായിട്ടുള്ള ആളായിട്ടാണ് നിങ്ങളെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ച് അതിൽ കൂടി പോകണമെന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം. അവരെന്ത് പറയുന്നു അത് നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു അത് നിങ്ങൾ പ്രവർത്തിക്കുക. അതിനെതിരെ വരുമ്പോഴാണ് അയ്യോ നമുക്കത് ആ ട്രാക്ക് സെറ്റ് ആവുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് നമ്മൾ അതിന് പ്രതികരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ആള് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു അങ്ങനെ തമ്മിൽ ഒരു വഴക്കാവും. ഈ തമ്മിലടിപ്പിക്കുന്ന ആള് നല്ല സുഖമായിട്ട് ഇരുന്ന് ഓരോ പരിപാടികളും നിങ്ങളുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളും തമ്മിലടിയും മുറ പോലെ നടക്കുകയും ചെയ്യും. അപ്പൊ അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ. പക്ഷെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, ഇയാള് വീണ്ടും പല കാര്യങ്ങളും ആവർത്തിക്കുമോ, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. കാരണം ഇവിടെ നല്ല രീതിക്കുള്ള തുടക്കം കുറിക്കൽ കാര്യങ്ങളൊക്കെ ജീവിതത്തിനുണ്ട്. അപ്പൊ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.